ഗൈസ് വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ നമ്മുടെ വീട്ടിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. ആരാന്ന് വെച്ചാൽ നമ്മുടെ സൂര്യ ചാനലിൽ സുന്ദരി എന്ന് പറയുന്ന സീരിയലിലെ ക്യാരക്ടേഴ്സാണ് ഇവിടെ വരുന്നത്. അവർക്ക് ജസ്റ്റ് ഇവിടെ വെച്ചൊന്ന് മേക്കപ്പ് ചെയ്യാനും ഡ്രസ്സൊക്കെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വരികയാണ്. അപ്പം രാവിലെ അവർ വന്നപ്പോൾ തന്നെ ചാടി ഇരുന്നിട്ട് ഞാനും ആ വീട്ടിനും 7:15 ആയപ്പോൾ അവരിവിടെ എത്തി കേട്ടോ. അപ്പം അത്രയൊക്കെയാണ്. അപ്പം ആരൊക്കെയാണ് വന്നതെന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. സോദേ നോക്കി രാവിലെ 7:30 നമുക്ക് നോക്കാം ഗൈസ്. ഓ ഇവിടെ മേക്കപ്പ് തുടങ്ങി കണ്ടോ, ഇവിടെ കണ്ടോ. അപ്പം ഇവിടെ മേക്കപ്പ് തുടങ്ങി വേണ്ട. ഇവിടെ ഒരാളെ മേക്കപ്പ് ചെയ്യുക. ഇവിടെ അല്ലാതെ കിണർ ഇറക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ കാണും. അപ്പം കുറച്ച് പേരൊക്കെ അകത്തിപ്പുണ്ട്. ഇവിടെ ഇത്രയും പേരാണ് കേട്ടോ മേക്കപ്പൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇത് കിണർ ഇറക്കുക അതാണ്. അതുകൊണ്ട് അമ്മ നിൽപ്പുണ്ട്. ചേട്ടനെ ഒരുക്കും കേട്ടോ. മേക്കപ്പ് ഇടുക കേട്ടോ. ഒരു മേക്കപ്പ് പ്രോഡക്റ്റ്. ഓ വാവ്, ഫാന്റാസ്റ്റിക്. അതുകൊണ്ട് ഗൈസ് ചേട്ടന് മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുക. പിന്നെ ഇതാണ് ഇവരുടെ മേക്കപ്പ് പ്രോഡക്റ്റുകളൊക്കെ കേട്ടോ. ഒത്തിരി ഉണ്ട്. അവിടെ ഇവർക്കുള്ള ചായ ഇടുന്ന മാമനാട്ടോ ഇത്. അപ്പം ഈ റൂമാണ് നമ്മൾ അവർക്ക് വേണ്ടി സെറ്റാക്കി കൊടുത്തേക്കുന്നത്. ഇവിടെ ഹെയർ അങ്ങോട്ട് സ്ട്രെയിറ്റ് ഹെയർസ്. അതുകൊണ്ട് അടുത്താളെ മേക്കപ്പ് കേട്ടോ. വിഷ്ണു എവിടെയാ വീട്? തൃപ്പൂണിത്തുറ, എറണാകുളം. സുന്ദരി ടീം അല്ലേ? സുന്ദരി ടീം. സുന്ദരിയിൽ മെയിൻ വില്ലനായിട്ട് ചെയ്യുന്നു ക്രിസ്റ്റി ഫെർണാണ്ടസ്. ഓ ഫ്രം തങ്കശ്ശേരി. ക്യാരക്ടർ പേരെന്താണ്? രാഘു. എന്ത് പറയാ? അസിസ്റ്റന്റ് ഡയറക്ടർ. അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഭാവിയിലെ ഒരു ചെയ്യാനാണ് പ്ലാൻ. കുറെ സ്റ്റോറി ഉണ്ട് കയ്യിൽ. പേരെന്താണെന്നൊന്ന് പറയുമോ? ജഗൻ. ക്യാരക്ടർ നെയിം മാർട്ടിൻ. ഫ്രം സുന്ദരി ടീം. താങ്ക് യു. അപ്പോൾ അത് സമയം 8:30 കഴിഞ്ഞിട്ടുണ്ട്. അവർ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഫുഡൊക്കെ കഴിക്കുക. കണ്ടോ അവരവിടെ ഫുഡ് കഴിക്കുക കേട്ടോ. അപ്പുറത്തും അവിടെ 2-3 ചേട്ടന്മാരൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുക. അപ്പം മേക്കപ്പ് പരിപാടികളൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ പ്രിൻ്റർ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു റൂമിനകത്ത്. അപ്പം അവരുടെ സ്ക്രിപ്റ്റ് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് എടുക്കുകയായിരുന്നു കേട്ടോ, അവർക്ക് പറയാനുള്ളത്. ഇതാണ് ഗൈസ് മോത്തല മണിമാമൻ. ഇത് പ്രൊഡക്ഷൻ കൺട്രോളർ ആട്ടോ സീരിയലിൽ നടക്കുന്ന സ്ഥലത്തോട്ട്. അമ്മയായിട്ട് എനിക്ക് അവരോടൊക്കെ സംസാരിച്ചിട്ട് എനിക്ക് നാണക്കേടാ സംസാരിക്കാൻ. സോ അമ്മ സംസാരിച്ച് അവരെ കൊണ്ട് ഹായ് ഒക്കെ പറയിപ്പിച്ച് ഒരു ക്യാരക്ടർ നെയിമൊക്കെ പറയിപ്പിച്ചിട്ട് അമ്മയാട്ടോ ചെയ്തത് വീഡിയോ എല്ലാം. ഞാൻ വെറുതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. സോ നമുക്കങ്ങോട്ട് പോകാം. സോ ഗൈസ് ഫൈനലി നമ്മൾ ഷൂട്ട് നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമുക്കങ്ങോട്ട് പോകാം. ഇതിൻ്റെ അകത്താട്ടോ ഷൂട്ട് നടക്കുന്നത്. ഇതൊരു കളിക്കുന്ന സ്ഥലം, ബാഡ്മിൻ്റൺ കോർട്ടാണ് കണ്ട. അപ്പം ഷൂട്ടിനുള്ള ഒരുക്കമൊക്കെ ആയിട്ടുണ്ട്. സോ ഗൈസ് ഐ തിങ്ക് ഇത് ഈ സീരിയലിലെ ഗുണ്ട റോളാന്ന് തോന്നി ചേട്ടൻ. അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. പിന്നെ ഇവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഉള്ളിലാട്ടോ ഷൂട്ട് നടക്കുന്ന. സോ ഗൈസ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറി ഇതിനകത്താണ് നമ്മൾ നോക്കുന്നത്.
ബിഹൈൻഡ് ദ സീൻ ആട്ടോ ഷൂട്ടിൻ്റെ. ഗൈസ്, ഈ പുക അടിച്ചതേ ഇതെന്താണ്ട് കത്തിച്ചിട്ടാട്ടാ. അതിൻ്റെ പുകയാണ് ഈ കാണുന്നത്. അതിൻ്റെ ആ സ്ക്രീനിലെല്ലാം തെളിഞ്ഞു. ഇത് ശരിയായില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഒന്നുകൂടെ എടുക്കുക കേട്ടോ. ഈ ചേച്ചി നേരത്തെ വില്ലത്തിയായിട്ടാണ് കേട്ടോ അഭിനയിക്കുന്നത്. അപ്പം ടേക്ക് എടുത്തതിന് ശേഷം ഇവിടെ ഭയങ്കര ചൂടാട്ടോ. അപ്പം ചേച്ചി ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യാണ്. സത്യത്തിൽ ഭയങ്കര ചൂട് കഴിച്ചു. ഇതൊരു അടഞ്ഞ സ്ഥലം കേട്ടോ. കുഞ്ഞൊരു ബാഡ്മിൻ്റൺ കോർട്ടായിരുന്നു, ഇപ്പം അല്ല. അത് ടച്ചപ്പ് ചെയ്യുക. അടുത്ത സീനാട്ടോ ഇത്. ഫസ്റ്റ് സീൻ ഇങ്ങനെ നടക്കുന്നതായിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പം അടുത്തതാട്ടോ. Action move. സോ അപ്പം ഞാൻ ഇവിടുത്തെ ഷൂട്ട് ഇപ്പം കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇവർക്ക് സൗപർണികയിലാട്ടോ ഷൂട്ട്. ഇവിടുത്തെ കഴിഞ്ഞു, ഇനി ഇവിടെ ഇല്ല. അപ്പം അവർ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മൾ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലത്തെ അവസ്ഥ എന്താണെന്ന് നോക്കണം ഗൈസ്. ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞു, അല്ല ഇവിടുത്തെ മേക്കപ്പ് കഴിഞ്ഞു. സോ ടാറ്റയൊക്കെ പറഞ്ഞ് പോയി ഗൈസ്. വേണ്ട ഗൈസ്, ട്രോളിയൊക്കെ കൊണ്ടുപോട്ടോ അവിടെ വെക്കാൻ വേണ്ടിയിട്ട്. വണ്ടിയൊക്കെ ഇവർ ടീസൈഡ് അവിടെ പാർക്ക് ചെയ്തു കേട്ടോ. ഇപ്പോൾ അതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അവന് അവർക്ക് സൗപർണികയിലാണ് ഷൂട്ട്. അപ്പോൾ അതേ ഇവർ പോവാട്ടോ. അതും അവരുടെ കാറാട്ടോ. അപ്പോൾ കേസ് ചേട്ടൻ നമുക്ക് ടാറ്റ. അപ്പം അവരെല്ലാവരും ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട് കുന്തലത്താനും സൗപർണികയിലോട്ട്. അപ്പോൾ ഉച്ചക്കലത്തെ ഷൂട്ട് അവിടെ വെച്ചായിരിക്കും. സോ ഇപ്പം നമ്മുടെ രാവിലെ ഇവർ വന്നിട്ടുണ്ടായിരുന്നു 7:30 ആയപ്പോൾ. അല്ല 7:30 ആയപ്പോഴാണ് രവിമാമ നമ്മളെ വിളിച്ച് പറഞ്ഞു അവരവിടെ വെളിയിൽ നിൽക്കൊണ്ടെന്ന്. അല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും വീട്ടിനോട് ചാടി എഴുന്നിട്ട് അമ്മയും കൂടെ ചാടി എന്നിട്ട് നമ്മൾ ജസ്റ്റ് ബ്രഷൊക്കെ ചെയ്ത് അവരെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ നേരെ ഇവിടെ വെച്ച് വെളിയിൽ വെച്ച് അവർ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചേച്ചിയുടെ നമ്മൾ നേരത്തെ കാണിച്ച ചേച്ചിയുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ചേച്ചി ഉണ്ടായിരുന്നല്ലോ, പാർവതി ചേച്ചിയുടെ ഷൂട്ട് ഉച്ചയ്ക്കായിരുന്നു. അവിടെ സൗപർണിക വെച്ചപ്പം ലേറ്റായിട്ട് ജസ്റ്റ് മേക്കപ്പ് ഇട്ടാൽ മതിയായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു സീരിയലിൻ്റെ ബിഹൈൻഡ് ദ സീൻ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഗൈസ് ഒരു സീരിയൽ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഉണ്ടെങ്കിൽ തന്നെ അറിയാം എത്ര വട്ടമാണ് ആ ഒരു നടക്കുന്നത് തന്നെ ഒരു ടേക്ക് എടുത്ത്. ഞാൻ ഒത്തിരി വട്ടം എടുത്തു കേട്ടോ. കാരണം ആ ഒരു സ്മോക്കും ആ ഒരു മൂവ്മെൻറ്റും കറക്റ്റായിട്ട് വരണം. അപ്പം അവിടെ ക്യാമറ റോൾ ആക്ഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു സ്മോക്കും അല്ലാതെ ആ ഒരു മൂവ്മെൻറ്റും ഒക്കെ ഇങ്ങനെ എന്താ ലേറ്റ് ആയി കഴിഞ്ഞാൽ അതവിടെ തീർന്നു. പിന്നെ വീണ്ടും അടുത്ത പുതിയത് ടേക്ക് എടുക്കേണ്ടി വരും. പിന്നെ ആ ചേച്ചിയാണെങ്കിൽ അവിടെ എന്താ ഭയങ്കര ചൂടും അതിൻ്റെ കൂടെ ഈ സ്മോക്കൊക്കെ അടിക്കുന്നതുകൊണ്ട് ഭയങ്കര സ്വെറ്റൊക്കെ ചെയ്ത് പിന്നെ ടച്ചപ്പൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ അവസാനം ലാസ്റ്റ് ഒരു ഷൂട്ട് എടുത്തപ്പോഴത്തേനും അത് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ഷൂട്ട് അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം വെച്ചാൽ ആ ബാഡ്മിൻ്റൺ കോർട്ടിൻ്റെ വെളിയിൽ വെച്ചായിരിക്കുന്നതാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ വെച്ചായിരുന്നു കേട്ടോ ഷൂട്ട്. അപ്പോൾ ഇപ്പോൾ അവിടെ പോയിട്ടുണ്ട്, ഇവിടുന്ന് എല്ലാവരും പോയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഇവിടെ ഒരു സൈലൻസ് ഉണ്ട്. നേരത്തെ ഇവിടെയൊക്കെ ഈ സെറ്റിക്കകത്തൊക്കെ അവരുടെ കോസ്മെറ്റിക് ഐറ്റംസ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും ആ വീട്ടിനും കൂടെ ഷൂട്ട് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഇവരാരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എബൌട്ട് സീരിയൽ ആർട്ടിസ്റ്റ്
കാസ്റ്റ് എന്ന് പറയുവാണെങ്കിൽ ഒരു ചേട്ടനും അല്ലാതെ 2 ചേച്ചിമാരും, പിന്നെ അവിടെ ആ ഷൂട്ടിംഗ് സ്ഥലത്ത് കുറച്ച് ഗുണ്ടകളായിട്ട് അഭിനയിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ 2 ചേച്ചിമാരൊക്കെ ഭയങ്കര പാവം കേട്ടോ. ഞാനൊക്കെ വിചാരിച്ചു ഭയങ്കര ജാടായിരിക്കുന്നു. കാരണം എനിക്ക് ആദ്യമേ ഈ അവരെ മുമ്പ് ഇങ്ങനെ അവരെയൊക്കെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര നാണക്കേടായിരുന്നു. അമ്മയാണ് കേട്ടോ അവരെയൊക്കെ വീഡിയോ എടുത്തത്. ഞാൻ അകത്ത് കയറിയിരിക്കുകയായിരുന്നു. പക്ഷേ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്ത് വന്നപ്പോഴത്തേനും കുഴപ്പമില്ല, സെറ്റാണ്. അപ്പം നമ്മൾ റൂമിലൊക്കെ പോയിട്ട് അവരൊക്കെ ആയിട്ട് സംസാരിച്ചു. നല്ല രസമാണ്, നല്ല പാവങ്ങളാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സീരിയൽ എങ്ങനെയാണ് ബിഹൈൻഡ് ദ സീൻ, ആ ഒരു ബിഹൈൻഡ് ദ സീനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ ദ വ്ളോഗ്. ബൈ.